ഇവിടെ ഒരു കോടീശ്വരൻ മരിച്ച ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കണേ. എന്നാൽ അവിടേക്ക് വന്നിരിക്കുന്ന അയാളുടെ മക്കളും ഒന്ന് കരയുക പോലും ചെയ്യാതെ ഇതെല്ലാം കഴിഞ്ഞ് എപ്പോ വീട്ടിലേക്ക് പോകാമെന്ന് കാത്തിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ലക്ഷറി കാർ വന്നു നിന്നു. അകത്ത് നിന്ന് അയാളുടെ പേരക്കുട്ടി ഇറങ്ങി വന്നു. അവനെ കണ്ടാൽ അടക്കത്തിന് വന്നതുപോലെ അല്ലാതെ ഏതോ പബ്ബിലേക്ക് വന്ന പോലെ സ്റ്റൈലായിട്ടാണ് വന്നത്. അവരെല്ലാവരും കൂടെയാണ് അയാൾ അടക്കം ചെയ്തത്. ഇങ്ങനെ തീരെ താല്പര്യമില്ലാതെ എന്തിനാണ് വന്നിരിക്കുന്നതെന്നാൽ അയാളുടെ കോടിക്കണക്കിന് സ്വത്ത് ആർക്കെല്ലാം പിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ ലോയർ സമ്മതപത്രം വായിച്ചതിന് ശേഷമാണ് അറിയുന്നത് ഒരുത്തന് പോലും ഒരു നയാ പൈസ പോലും എഴുതി വെച്ചിട്ടില്ല. അത് കേട്ടതും വന്നവരെല്ലാം ദേഷ്യപ്പെട്ട് സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അയാളുടെ പേരക്കുട്ടി ഹാളിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ. നിനക്കും സ്വത്ത് കിട്ടില്ലടാ എന്ന് പറഞ്ഞ് പോകാൻ പറഞ്ഞു. അവനത് ആദ്യമേ പ്രതീക്ഷിച്ചതാണ്. സോ അവൻ അവിടെ നിന്ന് പോകാൻ എണീച്ചതും ലോയർ ഒറ്റക്ക് അവനെ മാത്രം വിളിച്ചു. എന്താണെന്ന് പോയി നോക്കിയാൽ ഇവന് മാത്രമായിട്ട് ഒരു വീഡിയോ ടാപ്പ് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലും കുടുംബത്തിന് അയാളോട് സ്നേഹമില്ലാത്തതിന്റെ മെയിൻ കാരണം ഞാൻ തന്നെയാണ്. നീയും എന്നെ പോലെ ആകരുത്. അതിനായി നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തരാം. അത് നിന്നെ കൊണ്ട് എവിടെ നിന്നും ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ എന്ന് നോക്കിയാൽ കഷ്ടപ്പെട്ട് ക്യാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെ, സ്നേഹമുള്ള മനുഷ്യരെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അങ്ങനെ കുറെ ടെസ്റ്റുകൾ കൊടുത്തു. അതെല്ലാം സാധിച്ചു വന്നാൽ മാത്രമേ സ്വത്ത് തരൂ എന്ന് പറഞ്ഞു. ഇവന് സ്വത്തിന് വേണ്ടി തുടക്കത്തിൽ അതെല്ലാം ചെയ്യാൻ തുടങ്ങി. എന്നാൽ പോകെ പോകെ അവൻ പോലും അറിയാതെ മാറാൻ തുടങ്ങി. ആ ടാസ്ക് എല്ലാം തീർത്തു വന്നു നോക്കിയാൽ തോന്നിയ പോലെ ക്യാഷ് ചിലവാക്കിയവനും ക്യാഷ് ഇല്ലാതെയും ജീവിക്കാമെന്ന് പഠിച്ചു. അതിനുശേഷമാണ് അയാളുടെ കോടിക്കണക്കിനുള്ള ക്യാഷ് അവന് കൊടുക്കുന്നത്. അത് വെച്ച് അവനും ചെറിയ പിള്ളേർക്ക് വേണ്ടി ഫ്രീ ആയി ചികിത്സ കൊടുക്കുന്ന ഒരു ആശുപത്രി തന്നെ തുടങ്ങി.